വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലായി ഉൾപ്പെടുന്ന ജനങ്ങളുടെ സാമൂഹ്യ ഉന്നമനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഊന്നൽ നൽകി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ് ഷഫീഖ അവതരിപ്പിച്ചു. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കുളങ്ങളും ചിറകളും നവീകരിക്കുക, പാർപ്പിട മേഖല, ആരോഗ്യ മേഖല എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകിയും സേവന പശ്ചാത്തല മേഖലകളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കായി ആവശ്യമായ തുക വകയിരുത്തിക്കൊണ്ടുമുള്ള ബജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാർ, വൃദ്ധർ, പാലിയേറ്റീവ് രോഗികൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിങ്ങനെ ചേർത്ത് നിർത്തേണ്ടവരും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുമായ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരമ്പരാഗത തൊഴിൽ മേഖലകൾ, പ്രത്യേകിച്ച് മൺപാത്ര നിർമ്മാണം ഉൾപ്പെടുന്നവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുകയും കാർഷിക മേഖലയെ വരും തലമുറക്ക് പരിചയപ്പെടുത്താനും അവബോധമുണ്ടാക്കാനും കൃഷി കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാനുമായി അങ്കണവാടികൾ വഴി അങ്കണത്തോട്ടം എന്ന പദ്ധതിക്ക് പുതിയ ഭരണസമിതി തുടക്കമിടുന്നു. മാലിന്യ നിക്ഷേപ ഇടങ്ങളായി മാറിയ സ്ഥലങ്ങൾ കണ്ടെത്തി അവ വൃത്തിയാക്കി ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിച്ച അവയെ പൊതുജനങ്ങളുടെ പ്രത്യേകിച്ച് വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റും. പാർപ്പിട മേഖലയ്ക്ക് 1,80,16,080 രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 1,49,96,000 രൂപയും കാർഷിക മേഖലയ്ക്ക് 43,44,000 രൂപയും പട്ടികജാതി ക്ഷേമത്തിന് 2,27,000 രൂപയും പട്ടികവർഗക്ഷേമത്തിന് 10 ലക്ഷം രൂപയും വനിതകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി വിവിധ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി 76,50,000 രൂപയും കുട്ടികൾക്കായി അങ്കണവാടികൾ സ്മാർട്ടാക്കുവാൻ 35,50,000 രൂപയും ഭിന്നശേഷി സ്കോളർഷിപ്പിനും ഭിന്നശേഷി കലാമേളകൾക്കുമായി 66,87,110 രൂപയും വൃദ്ധരുടെ ക്ഷേമത്തിനായി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പകൽ വീടിന്റെ പ്രവർത്തനം ഹാപ്പിനെസ് പാർക്കിനുൾപ്പെടെ 30,80,000 രൂപയും യുവജനക്ഷേമത്തിനായി 45 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 13,55,13,236 രൂപ വരവും 13,11,81,080 രൂപ ചെലവും 23,32,156 രൂപ നീക്കിരിവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിവ ജോളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോണി ക്രിസ്റ്റഫർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനീസ ഇസ്മായിൽ, സെക്രട്ടറി ലിജോ അഗസ്റ്റിൻ, കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു മത്തായി, കിഴക്കമലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി അജി, വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാരദ, ജില്ലാ പഞ്ചായത്ത് അംഗം സുമയ്യ TS എന്നിവർ സംസാരിച്ചു.